നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിറ്റാമിൻ ഇ എന്താണ് എന്നാണ്. നമ്മളിൽ പലരും വിറ്റാമിൻ ഇ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് മുടി വളരും, മുഖം തിളങ്ങും, സ്കിൻ ഗ്ലോ വരും എന്നൊക്കെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ വിറ്റാമിൻ ഇ സൗന്ദര്യത്തിനുള്ള ഒരു സാധനം മാത്രമല്ല, ശരീരത്തിനകത്ത് വലിയ ജോലി ചെയ്യുന്ന ഒരു പ്രധാന വിറ്റാമിനാണ്. ഇന്ന് വിറ്റാമിൻ ഇ ശരിക്കും എന്തിനാണ് വേണ്ടിയത്, ആരൊക്കെ കഴിക്കാം, എപ്പോഴാണ് കഴിക്കേണ്ടത്, അധികമായി കഴിച്ചാൽ എന്ത് പ്രശ്നം എന്നെല്ലാം നോക്കാം. ആദ്യം വിറ്റാമിൻ ഇ എന്താണ്? ഇത് ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുവരാൻ ഇടയാക്കുന്ന ചില ദോഷകരമായ മാറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഇത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ പ്രധാനമാകുന്നത്. വിറ്റാമിൻ ഇയുടെ പ്രധാന ഗുണങ്ങൾ: 1. ചർമ്മ ആരോഗ്യത്തിന് സഹായിക്കും. ചർമ്മം വരണ്ടു പോകുന്നത് കുറയ്ക്കാൻ സഹായിക്കാം. ചർമ്മത്തിന് മൃദുത്വം നൽകാനും സഹായകരമാകാം. 2. മുടിക്ക് സഹായകരം. മുടി കൊഴിച്ചിലിന് നേരിട്ടുള്ള മരുന്നല്ല, പക്ഷേ ശരീരത്തിൽ പോഷകക്കുറവ് ഉള്ളവരിൽ ഇത് സഹായിക്കും. ശരീര പ്രതിരോധ ശേഷിക്ക് പിന്തുണ. ശരീരത്തിൻ്റെ സംരക്ഷണ സംവിധാനത്തിന് ഇത് സഹായം നൽകുന്നു. 4. കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. 5. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ സപ്പോർട്ട് സപ്ലിമെൻ്റായി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. വിറ്റാമിൻ ഇ കുറവായാൽ എന്താണ് ലക്ഷണങ്ങൾ? സാധാരണ ആളുകളിൽ കുറവ് അധികം കാണാറില്ല, പക്ഷെ ചിലരിൽ കാണാം. അത് ക്ഷീണം, കൈകാലുകളിൽ ബലക്കുറവ്, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, കാഴ്ച മങ്ങൽ, ചർമ്മം വരണ്ടത്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഇ കുറവ് തന്നെയെന്ന് ഉറപ്പില്ല. ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. ഇത് ഏത് ഭക്ഷണത്തിൽ നിന്നും കിട്ടുമെന്ന് നോക്കാം. വളരെ നല്ല കാര്യം എന്തെന്നാൽ ഇത് ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന വിറ്റാമിനാണ്. ബദാം, നിലക്കടല, സൺഫ്ലവർ വിത്ത്, ചീരവർഗ്ഗങ്ങൾ, അവക്കാഡോ, സസ്യ എണ്ണകൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് വിറ്റാമിൻ ഇ കിട്ടുന്നുണ്ട്. അതിനാൽ പലർക്കും ടാബ്ലറ്റ് കഴിക്കേണ്ടെന്ന ആവശ്യമില്ല. നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയാകും. ഇനി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എങ്ങനെ കഴിക്കണമെന്ന് നോക്കാം. ഇത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ആണ് നല്ലത്. എന്നാൽ ഡോസ് സ്വയം തീരുമാനിക്കരുത്. ഇനി പലർക്കുമുള്ള സംശയമാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് മുഖത്ത് തേക്കാമോ എന്നത്. പലരും സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് യോജിക്കണമെന്നില്ല. ചിലർക്ക് അലർജി, ചൊറിച്ചിൽ, ചുവപ്പ്, പിമ്പിൾസ് എന്നിവ വരാം. അതുകൊണ്ട് ശ്രദ്ധ വേണം. ഇനി വിറ്റാമിൻ ഇ അധികമായി കഴിച്ചാൽ എന്താണെന്ന് നോക്കാം. വിറ്റാമിൻ ഇ കൂടുതൽ എടുത്താൽ കൂടുതൽ ഗുണം എന്നില്ല. അധിക ഡോസ് ദീർഘകാലം കഴിച്ചാൽ തലവേദന, വയറുവേദന, ഛർദി, ബ്ലീഡിംഗ് സാധ്യത കൂടുക. പ്രത്യേകിച്ചും ബ്ലഡ് തിന്നർ മരുന്ന് കഴിക്കുന്നവർ, ആസ്പിരിൻ പോലുള്ള മരുന്ന് കഴിക്കുന്നവർ ഡോക്ടർ പറഞ്ഞാൽ മാത്രം ഉപയോഗിക്കുക. ഇനി ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കാമോ എന്ന് നോക്കാം. സ്വയം വാങ്ങി ഉപയോഗിക്കരുത്. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. അവസാനമായി ഒരു പ്രധാന കാര്യം, വിറ്റാമിൻ ഇ എന്നത് ഒരു മാജിക് ക്യാപ്സ്യൂൾ അല്ല. വിറ്റാമിൻ ഇയുടെ കുറവുണ്ടെങ്കിൽ മാത്രം ശരിയായ ഗുണം കാണാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പരസ്യം കണ്ടു വാങ്ങാതെ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി മാത്രം ഉപയോഗിക്കുക. ഇത്തരം മെഡിസിൻ വിവരങ്ങൾ ലളിതമായിട്ടറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്